പ്രിയമുള്ളവരെ, മൈത്രി എറണാകുളം കൂട്ടായ്മയുടെ ഒരു കാരുണ്യഹസ്തം പദ്ധതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വാർത്താസമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയത്. മൈത്രിയുടെ 19ാം വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് പ്രേമേന്ദ്രൻ MP വന്നപ്പോൾ നമ്മളൊരു 200 ക്യാൻസർ പേഷ്യൻസിനുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ജസ്റ്റ് പരിചയപ്പെടുത്താം. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റാണ്, നിസാർ പള്ളിക്കശ്ശേരിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, റഹ്മാൻ മുനമ്പത്ത് പ്രസിഡന്റ്, ഷിഹാബ് കൊട്ടുകാട് രക്ഷാധികാരി, ബാലക്കുട്ടൻ ചെയർമാനാണ്, മജീദ് മൈത്രി ജീവാരണി കൺവീനറാണ്. ഞാൻ ഈ ഒരു പരിപാടിയുടെ ജനറൽ കൺവീനറും അതോടൊപ്പം തന്നെ മൈത്രിയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ കൂടിയാണ്. ഇതുമായിട്ട് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ദൃശ്യ പത്രമാധ്യമ രംഗത്തെ പ്രവർത്തകരെ, ഏകദേശം 20 വർഷക്കാലം കൊണ്ട് റിയാദിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ. ഏതോ ഒരു ചെറിയ ഒരാൾക്ക് ഒരു ടിക്കറ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ ഒരു ഉദയം. അതിനുശേഷം 20 വർഷക്കാലം കൊണ്ട് ഒരു 3 കോടി രൂപയോളം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 20 വർഷം ആകുന്ന ഈ വേളയിൽ, 20ാമത്തെ വയസ്സിലേക്ക് മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ കടക്കുന്ന ഈ വേളയിൽ ഒരു ബൃഹത്തായ ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 200 ക്യാൻസർ രോഗികൾക്ക് 10,000 രൂപ ഈ ഏപ്രിൽ മാസം ഞങ്ങൾ നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 2024 നവംബർ 1-ാം തീയതി കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മയുടെ 19ാമത് വാർഷികം നടന്ന വേളയിലാണ് ഈ പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിരുന്നത്. അന്ന് അതിലെ മുഖ്യ അതിഥിയായി എത്തിയിരുന്നത് കൊല്ലം MP ബഹുമാന്യനായ ശ്രീ NK പ്രേമേന്ദ്രനും ഗാന്ധി ഭവന്റെ ചെയർമാൻ ഡോക്ടർ സോമരായൻ സാറും കരുനാഗപ്പള്ളിക്കാരനും പ്രവാസി വ്യവസായിയുമായിരുന്ന നസീർ വെളിയിൽ അവരുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങളുടെ ഈ പ്രഖ്യാപനം നടന്നത്. അന്ന് തൊട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ഇന്ന് ഞങ്ങളുടെ ഒരു സന്തോഷം നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം അത് ഒരു പൂർത്തീകരണത്തിന് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു വലിയ ചടങ്ങ്, അതിൻ്റെ ഡേറ്റ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല, അടുത്ത മാസം അവസാന വാരത്തോടുകൂടി ചെയ്യണം എന്ന ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ പത്രമാധ്യമ രംഗത്തുള്ള എല്ലാവരെയും അറിയിക്കണം എന്നതുകൊണ്ടും ഇത് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടതുകൊണ്ടും ഇത് വലിയൊരു പരിപാടിയാക്കി മാറ്റേണ്ടത് കൊണ്ടും മൈത്രി കരുനാഗപ്പള്ളി കൂട്ടായ്മ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മൈത്രി കരുനാഗപ്പള്ളിയുടെ ഒരു വലിയ ഒരു ജീവകാരുണ്യ മേഖലയിൽ നമ്മൾ നാട്ടിലും ഇവിടെയും ഒക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി അവിടെ നാട്ടിലുള്ള രോഗികൾക്ക് ഒരു ചികിത്സാ സഹായം, ഏതൊരു അപേക്ഷ വന്നാലും ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ചികിത്സാ സഹായം എത്തിക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി കരുനാഗപ്പള്ളി. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നത്, കരുനാഗപ്പള്ളി ഏരിയയിലാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റ് ഉള്ളത്. കാരണം ഈ റയർ എർത്ത് പോലെ ടൈറ്റാനിയം അതൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് കരിമണലിന്റെ ആ ഒരു റേഡിയേഷൻ വളരെ ഒരു വിഷയമാണ്. ഒരുപാട് ക്യാൻസർ രോഗികൾ അവിടെ ആ ഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ നിർദ്ധരായ ഒരുപാട് രോഗികൾക്ക് സാമ്പത്തികം വളരെ ഒരു പ്രശ്നമായതുകൊണ്ട് ഒരു ചെറിയൊരു സപ്പോർട്ട് എന്ന നിലയിലാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു കൈത്താങ്ങാവ രോഗികൾ. നമ്മൾ 200 പേർക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 1000 അപേക്ഷ കിട്ടും. അപ്പോൾ നമ്മൾ അപേക്ഷയൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ അർഹരായവരെ മാത്രം നമ്മൾ 200, നമുക്ക് അതിൻ്റെ ഉള്ള ഒരു പരിമിതി ഉണ്ടായതുകൊണ്ട് അതിനുള്ളിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ, ദൈവം അനുഗ്രഹിച്ച അടുത്ത വർഷം ഇതിനാൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്.
അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ ഒരു പത്ര ഇൻഫർമേഷനാണ് എല്ലാവരിലേക്കും അത് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം രോഗി അപേക്ഷ വാങ്ങാനൊക്കെ ആൾക്കാർ വരണം, വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് തിരിച്ചു തരാനും നമുക്കൊരു ടൈമുണ്ട്. 2-ാം തീയതി അപേക്ഷ ഫോം പിന്നെ കരുനാഗപ്പള്ളി ഓഫീസിൽ നിന്ന് കിട്ടും. മൈത്രിയുടെ ഓഫീസ് കരുനാഗപ്പള്ളിയാണ്. 2-ാം തീയതി കിട്ടും. 7-ാം തീയതി വരെ അപേക്ഷ വാങ്ങാം. 10-ാം തീയതിക്ക് 10-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ തിരിച്ച് എത്തിക്കണം. പിന്നെ നമ്മളത് സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്യുമ്പോൾ നല്ലൊരു ടാസ്ക്കാണത്. കാരണം എല്ലാവരും അർഹതപ്പെട്ടവരായിരിക്കും, പക്ഷെ നമുക്ക് പരിമിതി ഉണ്ടായതുകൊണ്ട്, എമൗണ്ടിന് പരിമിതി ഉണ്ടായതുകൊണ്ട് അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാലും ഇതൊരു തുടക്കമാണ്. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം കൂടുതൽ ചെയ്യും. മൈത്രിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പത്രമാധ്യമ രംഗത്തുള്ള നിങ്ങൾ എല്ലാവരുമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വരുന്ന അപേക്ഷകൾ മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ പല സമയങ്ങളിലായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവർക്കും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിരന്തരമായി ഒരുപാട് അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് ചർച്ച ചെയ്ത് കമ്മിറ്റി എടുത്ത് തീരുമാനമായി ഒരു സഹായം ചെയ്യണം. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർമാരും ഞങ്ങളുടെ സഹപ്രവർത്തകരും ഒക്കെ നിശ്ചയമായ സഹകരണമാണ് ഈ കാര്യത്തിലുള്ളത്. ഇതൊരു വലിയ വിജയമാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വലിയൊരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ മാസം ഏപ്രിൽ അവസാനത്തോടുകൂടി കരുനാഗപ്പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കുറ്റമറ്റമായ രീതിയിൽ നടപ്പിലാക്കണമെന്നുള്ള പൂർണ്ണ ചിന്തയോടുകൂടിയാണ് നമ്മളിത് ഫോം ഇഷ്യൂ ചെയ്യുന്നത്. കാരണം സാധാരണ നടക്കുന്ന ഒരു ഫോം എടുത്തിട്ട് അതിന്റെ കോപ്പി എടുത്ത് കൊണ്ടുവന്ന് ഇത് ചെയ്യാം, അതിന് അങ്ങനെ എത്ര വേണമെങ്കിലും എടുത്തു കൊണ്ടുവരാം. നമ്മൾ നിശ്ചിത ഫോം പരിധി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു കൗണ്ടർ ഫോയിൽ സംവിധാനത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനിൽ 2 നമ്പർ ഉണ്ടായിരിക്കും. ഈ കൗണ്ടർ ഫോയിൽ ഏത് പേഷ്യന്റിന്റെ പേരിലാണോ ആ പേരിൽ മാത്രമാണ് നമ്മൾ ഈ ഫോം ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 10 ഫോമോ 15 ഫോമോ ഒരാൾ മേടിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുന്നതിന് വരെ ഇത് ജനങ്ങളിൽ എത്തുക. അതാണ് ഈ മീഡിയയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം പബ്ലിസിറ്റിയിൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും മീഡിയയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അറിയാം, നാളെ വരെ മൈത്രിക്ക് എല്ലാവരും സപ്പോർട്ടും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് പ്രതീക്ഷിക്കുന്നു.